ഹലോ, ഞാനിന്ന് ഒരു പപ്പട വടയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഈ പപ്പടം എളുപ്പം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ എളുപ്പത്തിന് ചെറുതായിട്ട് ഇങ്ങനെ 4 മുറിച്ച് വെച്ചിരിക്കുക, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടത് 1 കപ്പ് ഇടിയപ്പപ്പൊടി, നമ്മുടെ വറുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഇടിയപ്പപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ടിടുക. പിന്നെ ഇത് കുറച്ച് കോൺഫ്ലോറാണ്. ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ഇടും. പിന്നെ ഇതിൽ ചേർക്കാനുള്ള കുറച്ച് പൊടികളാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതാണെങ്കിൽ ഒരു സ്പൂണുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ കായപ്പൊടിയുണ്ട്. ഉപ്പ് വളരെ കുറച്ചേ ഇടുന്നുള്ളൂ, എന്നുവെച്ചാൽ പപ്പടത്തിന് എപ്പോഴും ഉപ്പ് കാണും, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇതും ഇതിലിടണം. പിന്നെ ഇത് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളാണിത്. പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മുടെ ജീരകം, നല്ല ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകം. ഇത്രയിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ശരിയാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്റർ ശരിയാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണേ, നമുക്ക് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ ഇത് ഇരിക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇതൊന്ന് ദോശമാവിൻ്റെ പരുവത്തിലാക്കും. ഈ പാകത്തിന് ഇത് കുഴച്ചെടുത്ത് ഞാൻ നല്ലപോലെ കലക്കി ഇങ്ങനെ എടുത്തു. ഇനി ഇതിൽ ഈ പപ്പട കഷ്ണങ്ങൾ മുക്കി പൊരിച്ചെടുക്കുക വേണ്ടത്. വെളിച്ചെണ്ണയിലാണ് അത് പൊരിക്കുന്നത്. പിന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഒരു ചീനച്ചട്ടി, ആ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് ഒരു മീഡിയം ഹീറ്റിലോട്ട് ഇടാം. എന്നിട്ട് ഇതിലെ ഓരോ കഷ്ണവും നമ്മളിങ്ങനെ ഈ ബാറ്ററി മുക്കിയിട്ട് ഇങ്ങോട്ട് ഇടും. തീ ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ്, എന്നുവെച്ചാൽ പപ്പടമാകും എല്ലാം നല്ലപോലെ ഒന്ന് വേഗണ്ടേ. ഒത്തിരി തീയാണെങ്കിൽ ചിലപ്പോൾ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. നോക്കുമ്പോൾ നമുക്ക് തിരിച്ചൊന്ന് ഇടണം. ഇതിന് ഒരു മീഡിയം ഹീറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല. 2 സൈഡും മറിച്ചിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ ഇതിനെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിടുക. ഇത് നമ്മുടെ പപ്പട വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണിച്ചിട്ട് ഉണ്ടാക്കണമെന്നില്ല, വട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇത് ഞാൻ വെറുതെ എളുപ്പം തിന്നാനും ഉണ്ടാക്കാൻ എളുപ്പം വട്ടത്തിൽ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.